ശ്രീ പി മുസ്തഫ, മനു പ്രസാദ് പറഞ്ഞല്ലോ ഇവിടെ പൗരത്വ സമരങ്ങളൊക്കെയാണ് പ്രശ്നം. അപ്പോൾ ഏത് വിഷയത്തിലാണ് ക്രിസ്ത്യൻ വിഭാഗവുമായി ഇവർ ഐക്യപ്പെടാൻ ശ്രമിച്ചതെന്ന് നമ്മുടെ മുന്നിലുണ്ട്. മുസ്ലിം വിരോധത്തിലൂന്നിയിട്ടാണ്. അപ്പോൾ അതിൽ ഇനിയും അതിൻ്റെ സാധ്യതകൾ ആരായുകയാണ് ഇപ്പോൾ BJP പ്രതിനിധി. അതിൻ്റെ സാധ്യതകൾ അവിടെ കിടക്കുന്നെന്ന് പറയുകയാണ്. സ്മൃതി, ഇതിനിടയിൽ വാട്സപ്പിലൊരു പുതിയ വാർത്ത വന്നിട്ടുണ്ട്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന BJP സർക്കാരിൻ്റെ സമീപനം ഇതാണല്ലോ. ഇങ്ങനെ ഒരു കേരളത്തിലുണ്ടായിരുന്നു 2022 തൃശ്ശൂര് റെയിൽവേ പോലീസ് എടുത്ത കേസാണ് കേട്ടോ. കേരള പോലീസ് എടുത്ത കേസല്ല, കേരളത്തിലാണെന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കേണ്ട. ജാർഖണ്ഡിൽ നിന്നുള്ള 3 പെൺകുട്ടികൾ, അതെ ധൻബാദ് എക്സ്പ്രസ്, അത് പക്ഷേ റെയിൽവേ പോലീസാണ് രജിസ്റ്റർ ചെയ്തത്. കേരളത്തിലെ കേരള പോലീസ് അല്ല, തൃശ്ശൂർ റെയിൽവേ പോലീസാണ് രജിസ്റ്റർ ചെയ്തത്. 3 പെൺകുട്ടികളെ ജാർഖണ്ഡിൽ നിന്ന് കൊണ്ടുവന്നു കന്യാസ്ത്രീ മഠത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട്. അത് മനുഷ്യക്കടത്തല്ല, അതിന്റെ പരിധിയിൽ പെടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് തൃശ്ശൂരിൽ നിന്ന് കോടതി വിധി വന്നിരിക്കുകയാണ്. കന്യാസ്ത്രീകളെ കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ മുന്നിലുള്ള അനുഭവം എന്താ? നിങ്ങളിപ്പോ പറഞ്ഞില്ലേ ഇതൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവമാണോ? ബീഹാറിൽ നിന്ന് എത്ര ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് ഇപ്പൊ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുന്നത്? എന്താ അതിന് ന്യായം? മതമല്ലേ, വിശ്വാസമല്ലേ? ആസാമിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ കുടിയിറക്കുകയല്ലേ? എന്താ അതിന് കാരണം? അവരൊരു പ്രത്യേക മതവിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതല്ലേ? മമതാ ബാനർജി, ഞങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയത്തോട് എതിർപ്പുണ്ട്, ഞങ്ങളെ വേട്ടയാടുന്നതാ തൃണമൂൽ കോൺഗ്രസ്. പക്ഷേ ബംഗാളി സംസാരിക്കുന്ന ആളുകളെ ഈ വടക്കേ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ലേ? അതിനെതിരെയാണല്ലോ ഇപ്പൊ അവിടെ മമതാ ബാനർജിക്ക് ഒരു ആയുധം ഇവർ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതവും ഭാഷയും നോക്കി അവർ മുസ്ലിമും ക്രിസ്ത്യനുമാണെങ്കിൽ അവരെ മുഴുവൻ വേട്ടയാടുകയല്ലേ? അതില് കമ്മ്യൂണിസ്റ്റുകാരെയും വേട്ടയാടും. ഇപ്പൊ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം ഒരു നിയമം ഉണ്ടാക്കിയില്ലേ, അർബൻ നക്സൽ നിയമം എന്ന് പറഞ്ഞിട്ട്. എന്തൊരു സങ്കടകരമായ നിയമങ്ങളാണ്. അത്തരം നിയമങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ ഈ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നത്. പക്ഷേ എന്തു പറഞ്ഞാലും നമുക്ക് ഒരു ധാരണ വേണ്ടേ? ആ മഹാവികാസ് അഘാഡിയുടെ ഭാഗമാണ് അവിടെ കോൺഗ്രസ് ഉൾപ്പെടെ. പക്ഷെ അവിടുത്തെ മുഖ്യ പ്രതിപക്ഷമാണ്. ഈ അർബൻ നക്സൽ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന മഹാരാഷ്ട്രയിലെ BJP സർക്കാരിന്റെ നിയമത്തെ എതിർക്കാൻ ആ നിയമസഭക്കകത്ത് കോൺഗ്രസ് തയ്യാറായോ? നമ്മൾ ഇന്ത്യ കൂട്ടായ്മയും മഹാവികാസ് അഘാഡിയെല്ലാമായിട്ട് പോകുമ്പോൾ ഇപ്പോ റീസെന്റ് ഈ കഴിഞ്ഞ ആഴ്ച മഹാരാഷ്ട്ര നിയമസഭയിൽ നടന്നതല്ലേ? അങ്ങനെ ചില സന്ദർഭങ്ങളിൽ കോൺഗ്രസ് കാണിക്കുന്ന അവധാനതയില്ലായ്മ വിമർശിക്കപ്പെടണ്ടേ? പക്ഷെ അതിന്റെ പേരിൽ അധികാരമേറിയ വർഗീയത RSS അത് നവഫാഷിസത്തിന്റെ കുളമ്പൊടി അച്ചയുമായിട്ട് വരുമ്പോൾ കോൺഗ്രസിനെയും BJPയെയും സമീകരിക്കാൻ വേണ്ടി കഴിയില്ല. രണ്ടും തന്നെയാണ്. കോൺഗ്രസ് ഇപ്പോഴും ഒരു മതനിരപേക്ഷ മൂല്യത്തിൽ നിൽക്കാൻ വേണ്ടി കഴിയുന്നതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അപകടകരമാണ് അധികാരമേറിയ. അതുകൊണ്ടാണ് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേ ത്രാസിലിടാൻ പറ്റാത്തത്. അതും പറ്റില്ല. രണ്ട് വർഗീയതയും എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അധികാരമേറിയത് ഫാഷിസത്തിന്റെ കുളമ്പടിയച്ചുള്ളത് ഭൂരിപക്ഷ വർഗീയതയുടെ പേരിലുള്ള RSSനാണ്. അതുകൊണ്ട് RSSനെയും SDPയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരേ ക്ലാസ്സിൽ രണ്ടും വിമർശിക്കപ്പെടേണ്ടതാണ്. എല്ലാ വർഗീയതയും എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷേ മുസ്തഫ അല്ലല്ല, CPM ഇടുന്നില്ല. CPM അങ്ങനെ ഇട്ടിട്ടില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായ നിലപാടുകൾ ഉണ്ടാകണം. ഈ അന്നത്തെ രാഷ്ട്രീയ, കാരണം എല്ലാ പാർട്ടിയെയും പോലെ ഒരു പാർട്ടിയായിട്ട് നിങ്ങൾ BJPയെ കാണരുത്. എല്ലാ രാഷ്ട്രീയത്തെയും പോലെ നിങ്ങൾ RSSനെ കാണരുത്. RSSും BJPയും കൃത്യമായിട്ട് ക്ലാസിക്കൽ ഫാഷിസത്തിന്റെ കാലത്ത് അന്ന് ഡോക്ടർ മൂഞ്ചെ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് പോയി മുസോളിനിയെ കണ്ടിട്ട് ശീലിച്ച പാഠങ്ങളാണ് RSSന്റേത്. അങ്ങനെ ഒന്നിനെ സാധാരണ ഒരു ഭരണഘടനാ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് നിങ്ങൾ തുലനം ചെയ്യരുത്. അതുകൊണ്ട് RSSും BJP, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഏത് തരത്തിലുള്ള സംവിധാനത്തിലും RSSനോട് BJPയോട് യോജിക്കരുത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം VCമാരുടെ സമ്മേളനം കൂട്ടി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ VC ആരാ? ഇപ്പൊ മുഹമ്മദ് ഷാ. സമയത്തിന്റെ പരിമിതിയുള്ളതാണ് മുസ്തഫ. അത് മറ്റൊരു വിഷയമായി തന്നെ എടുത്ത് നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം. ഞാൻ മനുവിലേക്ക് വരാം. അതിനു മുമ്പ് വേഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പോയിന്റ് ഖണ്ഡിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന്.
ഞാൻ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ. ഈ സമീകരിക്കൽ നയം BJPയുമായി കോൺഗ്രസുമായി സമീകരിക്കൽ നയം ആദ്യമായി നടത്തിയത് CPM ആണ്. 1989 ജ്യോതിബാസുവും ഹർകിഷൻ സിംഗ് സുർജിത്തും LK അദ്വാനിയും വാജ്പേയിയും ഒന്നിച്ചിരുന്നുകൊണ്ടുള്ള അത്താഴ വിരുന്നുകളിൽ നിന്ന് തുടങ്ങിയതാണിത്. അവസാനമായി കന്യാസ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? മനുപ്രസാദ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? സമയമില്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾക്കെതിരെ നടത്തിയ നുണപ്രചരണങ്ങൾ ഒരുപാടുണ്ട്. അതിൽ പലതും ഞങ്ങൾ മറുപടി. ഒറ്റ കാര്യം പറയാം, ഈ ചർച്ചയിൽ തന്നെ ഫാക്ടർ ഏതോ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങിയതാണ്. ഒറ്റ കാര്യം പറയാം, കേരള റെയിൽവേ പോലീസ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ കീഴിലാണ് എന്നാണ് VPP മുസ്തഫ പറഞ്ഞത്. അത് തെറ്റായ തീരുമാനമാണ്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സാണ് കേന്ദ്രത്തിന്റെ കീഴിലുള്ളത്. റെയിൽവേ പോലീസ് കേരള പോലീസിന്റെ കീഴിലുള്ളതാണ്. അവരാണ് കേസ്. ഈ ചർച്ചയിൽ പോലും കള്ളം പറഞ്ഞു. രണ്ടാമത്തെ ഒറ്റ കാര്യം കൂടി പറയാം, ഞാൻ പറയാം, ഒറ്റ കാര്യം കൂടെ പറയാം. റെയിൽവേ പോലീസ് എന്ന് പറയുന്നത് അല്ല കള്ളം പറഞ്ഞെങ്കിൽ അത് അംഗീകരിക്കും. രണ്ട് ഫാദറിനെ വെല്ലുവിളിച്ചു. ഇവിടെ ഒരു ഫാദർ കോടതി അവസാനം എന്ത് പറഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. മനുപ്രസാദ് ഹൈക്കോടതി എടുത്ത നിലപാടാണ് ഇതിൽ പ്രധാനം. ഈ നുണ മൊത്തം വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ കേട്ടതല്ലേ, ഞാൻ അദ്ദേഹത്തിന്റെ അവകാശത്തെ കണ്ണിച്ചില്ലല്ലോ നുണ പറയാനുള്ള. ഞാൻ പറയട്ടെ, രണ്ടാമത് ഒരു ഫാദർ ഇവിടെ ഒരു സത്യം പറഞ്ഞു. ഫാദർ സത്യം പറഞ്ഞു. ഉടനെ തന്നെ മുസ്തഫയും ശ്രുതിയും പറഞ്ഞത് ഫാദറിനെ ഇതിൽ വെച്ച് വെല്ലുവിളിച്ചു. നിങ്ങൾ ഇങ്ങനെ തോന്നിയവാസം പറയരുത്, ഇങ്ങനെ കോൺഗ്രസ് താങ്കൾ ആവർത്തിക്കുന്നതുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള വസ്തുത കന്യാസ്ത്രീകൾ ജയിലിൽ തുടരുന്നു എന്നുള്ളതാണ്. അവർക്ക് ഇനി NIA കോടതിയിലേക്ക് പോകാൻ പറ്റൂ എന്ന രൂപത്തിൽ അവർക്ക് കുറ്റം ചുമത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്നും പോയിരിക്കുന്ന BJP നേതാക്കൾ പറയുന്നു അവരെ അന്യായമായി തടവിൽ വെച്ചിരിക്കുകയാണെന്ന്. തടവിൽ വെച്ചിരിക്കുന്ന ആരാണ്? BJP സർക്കാരാണ്. BJP ഛത്തീസ്ഗഡ് സർക്കാരാണ് അവരെ അന്യായമായി തടവിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ന്യായാന്യായങ്ങളിൽ നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനം ആദ്യം ഉണ്ടാക്കൂ ശ്രീ മനുപ്രസാദ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.